ആ വരാൻ പറഞ്ഞെങ്കിലും വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയായിരുന്നു മാഷ് പ്രതീക്ഷിച്ചിരിക്കുമെന്ന്. എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി? യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾ ഇന്നലെ തന്നെ വന്നു. ഞങ്ങളോ? അപ്പോ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? മൂപ്പരുടെ ഒരു സ്വന്തക്കാരുടെ വീടുണ്ട് ഇവിടെ. അവരോട് എന്തു പറഞ്ഞു? സലാമയ്ക്ക് എല്ലാം അറിയാം. എന്നെയും? എല്ലാം. അല്ല, എന്റെ നമ്പർ എവിടെ ഒപ്പിച്ചു? നമ്പറൊക്കെ നേരത്തെ കിട്ടി, പക്ഷേ വിളിക്കാൻ ധൈര്യം വന്നില്ല. നമുക്കൊരു ചായ ആയാലോ? 2 ചായ. അതെ, മാഷിനൊന്നിനും ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ പണ്ടും. ഇപ്പോ തമ്മി പിരിഞ്ഞിട്ട് എത്ര വർഷം ഓർമ്മയുണ്ടോ? 15 16 അതോ അതിലേറെയോ? ഏയ്, അത്രയൊന്നും ആയില്ല. 14. 14 വർഷം. ഒരു മനുഷ്യായുസിലെ 14 വർഷം. അതൊരു ചെറിയ കാലയളവല്ല. എല്ലാം എത്രയോ മാറിപ്പോയിരിക്കുന്നു. എന്തിന് ഈ നമ്മൾ തന്നെ എത്ര മാറിപ്പോയിരിക്കുന്നു. എന്നിട്ടും മാറാതെ നിൽക്കുന്ന ചിലതുണ്ട്. എന്താണാവോ ഇനി മാറാതെ നിൽക്കുന്നത്? ഓർമ്മകൾ. അന്നത്തെ ഓരോ നിമിഷവും ഒരു മാറ്റവും ഇല്ലാത്ത ഓർമ്മകളായി അങ്ങനെ. സത്യം, അന്നത്തെ കലാകായിക മേളകളെ കോരിത്തെരിപ്പിക്കുന്ന മാഷിന്റെ ശബ്ദം അതിപ്പോഴും കാതിലങ്ങനെ കേൾക്കും. അന്ന് പിരിഞ്ഞതിന് ശേഷം പലരോടും ഞാൻ മാഷിനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പോയി അധികം വൈകാതെ ജോലി റിസൈൻ ചെയ്ത് എവിടേക്കോ പോയെന്നല്ലാതെ മറ്റൊന്നും. ബാക്കിയെല്ലാരെയും പലപ്പോഴായി പലയിടത്ത് വെച്ച് കണ്ടു. പക്ഷേ മാഷെ മാത്രം. ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരുപാട് അലഞ്ഞു. ഏതൊക്കെയോ സ്കൂളുകളിൽ ഡ്രോയിങ് മാഷായി കയറി. ഒന്നും എവിടെയും ശരിയായില്ല. മനസ്സെവിടെ ഉറച്ചു നിന്നില്ല എന്ന് പറയുന്നതാവും ശരി. അതെന്തു പറ്റി? മനസ്സും പറിച്ചെടുത്തോണ്ടല്ലേ ഒരു സൈനിമ ടീച്ചർ പടിയിറങ്ങിയത്. മാഷേ, പിന്നെ ഞാൻ വരച്ച ചിത്രങ്ങൾക്കെല്ലാം ഒരേ മുഖം. ആരുടെ മുഖം വരച്ചാലും അവസാനം ആ ഒറ്റ മുഖച്ഛായ മാത്രം. അന്ന് പടിയിറങ്ങിപ്പോയ സൈനബ് ടീച്ചറെ മാത്രമേ മാഷ് കണ്ടിട്ടുള്ളൂ. മുകുന്ദ മാഷിന്റെ വിളിക്കായി കാത്തിരുന്ന സൈനബെ മാഷ് കണ്ടില്ല. കാണാതെയല്ല, പക്ഷേ നെറുകയിൽ സിന്ദൂരവും കയ്യിൽ നിലവിളക്കുമായി വരുന്ന ഏതെങ്കിലും സൗമിനിയോ ശാലിനിയോ കാത്തിരിക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് തലയിൽ തട്ടവും കയ്യിൽ മൈലാഞ്ചിയുമിട്ട സൈനബയെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ എനിക്ക് ധൈര്യമില്ലാതെ പോയി. പക്ഷേ മാഷെന്ന് വിളിച്ചിരുന്നെങ്കിൽ സൗമിനിയാകാനും ശകുന്തളയാകാനും ഒക്കെ സൈനബ് റെഡിയായിരുന്നു. എന്നിട്ടാണോ ഏതോ വികൃതി പിള്ളേർ മുകുന്ദൻ മാഷിന്റെയും സൈനബ ടീച്ചറുടെയും കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് പോയത്? ഏയ്, ട്രാൻസ്ഫറിനൊക്കെ നമ്മൾ അടുക്കുന്നതിന് എത്രയോ മുമ്പ് അപ്ലൈ ചെയ്തിരുന്നതാ. ആ സമയത്ത് അത് സാങ്ഷനായി വന്നപ്പോൾ ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. ഒക്കെ മാഷിന് അറിയാവുന്നതല്ലേ. നമുക്ക് നടന്നിട്ട് വരാം.
മാഷെ, മാഷാകെ മാറിപ്പോയിട്ടോ. മാഷിന്റെ പണ്ടത്തെ ആ സമൃദ്ധമായ മുടിയൊക്കെ എവിടെ പോയി? ജീവിതം തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെ ആ മുടി. മാഷിന്റെ കുടുംബം കുടുംബം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാ? നമ്മളൊന്ന് പിരിഞ്ഞതിന് ശേഷം വർഷങ്ങളോളം എവിടെയെല്ലാം വലഞ്ഞു. എന്നെ വീട്ടിൽ ബന്ധിച്ചിടാൻ അമ്മയും പെങ്ങന്മാരും കണ്ടുപിടിച്ച വഴി ഒരു കല്യാണം. ആ, എന്നിട്ട്? എന്നിട്ടെന്താ, അതൊന്നും സക്സസ് ആയില്ല. അതെന്തുപറ്റി നിങ്ങൾ തമ്മിൽ? ഏയ്, അതൊന്നും ഓർമ്മിക്കാത്തതാ നല്ലത്. അത്ര പ്രശ്നക്കാരിയായിരുന്നോ അവൾ? അതൊരു പാവം കുട്ടി. എനിക്കാണ് അവളോട്. ഞാൻ കാരണം അവളുടെ ജീവിതം കൂടി. എന്നിട്ട് അവൾ എവിടെ? അവൾ പോയി. അല്ല, അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അവളെയും മോളെയും. ഇപ്പോ 8 വർഷം. പിന്നെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. കാണണമെന്ന് തോന്നിയിട്ടേ ഇല്ലേ? എന്ന് ചോദിച്ചാ മോളെയെങ്കിലും കാണണമെന്ന് തോന്നിയിട്ടുണ്ട് പലവട്ടം. പക്ഷേ പോകാനും വിളിക്കാനും ഒന്നും ധൈര്യം വന്നില്ല. മാഷ് ഇങ്ങനൊരു ഭീരുവാണോ? ഈ പേടി ഒന്നുകൊണ്ട് മാത്രല്ലേ ആശിച്ചൊന്നും നേടാൻ പറ്റാതെ പോയത്? ആവോ, ഞാനെന്തോ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ എങ്ങനെ എന്നെ വിളിക്കാൻ തോന്നി? അത് അന്ന് ക്ലാസ്സിലെ ബോർഡിൽ നമ്മളെ രണ്ടാളെയും ചേർത്ത് കാർട്ടൂൺ വരച്ച പ്രദീപ് കുമാറില്ലേ, അവനെ കണ്ടിരുന്നു. അപ്പം മുതൽ തോന്നിയതാ ടീച്ചറെ ഒന്ന് കാണണമെന്ന്. ഒരു ധൈര്യത്തിനങ്ങ് വിളിക്കുകയും ചെയ്തു. ഇപ്പോ ടീച്ചർ വരുന്നവരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ. ആ, അവനിപ്പോ എൻ്റെ മോൻ്റെ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാ. നമുക്ക് ആ വരാന്തയിലൂടെയൊക്കെ ഒന്ന് നടന്നാലോ? നമ്മൾ അടുത്തിടപഴകിയ ഇടങ്ങളിലൂടെ ഒരു മടക്ക യാത്ര. നമ്മുടെ പോസ്റ്റർ 15 ചുവരുകൾക്കരികിലൂടെ വർഷങ്ങൾക്ക് ശേഷം. ഓ, ഇനിയിപ്പോ പഴയ കാലത്തിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് ടീച്ചർക്ക് താല്പര്യമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ മാഷെ കാണാൻ ഇത്ര ദൂരം വരുമായിരുന്നോ? അങ്ങനെയല്ല മാഷെ, ജീവിതത്തിൽ അങ്ങനെ ഒരു മടക്കയാത്ര ഇല്ല. ഇന്ന് ആ ഓടിട്ട സ്കൂൾ കെട്ടിടമോ, മരത്തൂണുകൾ പാകിയ ആ നീളമുള്ള വരാന്തയോ, ഇടുങ്ങിയ ലൈബ്രറിയോ ഒന്നുമില്ല. എല്ലാം ഹൈടെക്കായില്ലേ? ആ, മൂപ്പരാ. ആ, മാഷുണ്ട്, കൊടുക്കാം. സംസാരിക്ക്. ഹലോ. ആ മാഷേ, എന്നെ അറിയോ? ആ ആ അറിയാം. ടീച്ചറുടെ ഹസ്ബൻഡ് സലാം മാഷ്. എനിക്ക് മാഷെ നേരത്തെ അറിയാം. അതെങ്ങനെ? മാഷ കൂടെ പഠിച്ചൊരു മോഹൻദാസ് ഓർമ്മയുണ്ടോ? ആ, ഓർക്കുന്നു. ഇത്തിരി കറുത്തു മെല്ലിച്ച. ആ, അത് തന്നെ. ആ, ആളെന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതൊക്കെ ഒരു കാലം. മാഷ എന്ന് വരച്ച മിക്ക ചിത്രങ്ങളും അവൻ എന്നെ കാണിച്ചിട്ടുണ്ട്. ആ മാഷേ, ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം. ആർക്കാ? നിങ്ങൾ സംസാരിക്കേ. മുകുന്ദേട്ടാ. സംസാരിക്കേ. അല്ല മാഷെ, ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ ടീച്ചറെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എന്ത്? ഞാൻ ടീച്ചറെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.
അന്ന് തൊട്ടാൽച്ചോര പൊടിയുന്ന പ്രായത്തിൽ ഇടുങ്ങിയ ലൈബ്രറിയിൽ മണിക്കൂറുകളോളം ഒരുമിച്ചിരുന്നിട്ടും ഒന്ന് തൊടാൻ പോലും ധൈര്യം കാണിക്കാത്ത മാഷാണോ ഇവിടെ വെച്ച് എന്നെ കെട്ടിപ്പിടിക്കുന്നേ? അത്രയ്ക്കുണ്ട് ടീച്ചറെ സന്തോഷം. അവളും മോളും വരാൻ സമ്മതിച്ചു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതെ പോയി. എന്തായാലും നന്ദിയുണ്ട് ഒരുപാട്. അതിന് നന്ദിയൊന്നും പറയണ്ട മാഷെ. എന്നെ ഓർത്ത് ഒരാളിങ്ങനെ ജീവിതവും കുടുംബവും എല്ലാം നഷ്ടമാക്കി ഒന്നും അല്ലാതായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല മാഷെ. എൻ്റെ സങ്കടം കണ്ടപ്പോൾ ഒരു ശ്രമം നടത്തി നോക്കാന്ന് സലംക്ക തന്നെയാ പറഞ്ഞത്. നന്നായി, വളരെ നന്നായി. എന്നാ പിന്നെ പണ്ടി സ്കൂളിന് കോരിത്തരിപ്പിച്ച ആ ശബ്ദഗാംഭീര്യത്തിൽ ഒരു അനൗൺസ്മെന്റ് ആയാലോ? എന്ത് അനൗൺസ്മെന്റ്? വർഷങ്ങളുടെ വേർപാടിനും കാത്തിരിപ്പിനും വിരാമമിട്ടുകൊണ്ട് തോൽക്കാൻ മനസ്സില്ല എന്ന് ജീവിതത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ട്